ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളിൽ പലരും പാട്ട് പാടുന്നവരായിരിക്കും അല്ലേ. അതിൽ കുറച്ച് പേര് കരോക്കെ ട്രാക്സ് യൂസ് ചെയ്യുന്നവരായിരിക്കും. കരോക്കെ ട്രാക്സ് കിട്ടൽ ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. നല്ലൊരു ക്വാളിറ്റി കരോക്കെ പലരും പൈസ കൊടുത്ത് മേടിക്കാറുണ്ട്. ചിലവർ നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വോയിസ് റിമൂവർ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. എന്നാലൊരു ക്ലാരിറ്റി കുറവോ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു വോയിസ് കിടക്കലോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നല്ല എക്സലൻറ്റ് ക്വാളിറ്റിയിൽ, അതായത് ഒരു ഹൈ ക്വാളിറ്റി എന്ന് പറയുന്ന രീതിയിൽ എങ്ങനെ കരോക്കെ ട്രാക്ക് ഉണ്ടാക്കാം എന്നാണ്. വോയിസ് ഒട്ടും തന്നെ ഇല്ലാതെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ക്യൂബേസ് ആണ്. ക്യൂബേസിൻ്റെ അകത്ത് ഒരു പ്ലഗിനും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കരോക്കെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെക്ട്രാലയസ് 10 എന്ന് പറയുന്നൊരു പ്ലഗിനിലാണ്. ഇതൊരു സ്റ്റാൻഡലോൺ പ്ലഗിനും കൂടിയാണ്. അതായത് തനിയെ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ക്യൂബേസിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ പ്രോപ്പർട്ടീസും കൂടെ നമുക്കൊരു ക്യൂബേസിൽ എക്സ്റ്റൻഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ക്യൂബേസിൽ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് ഏറ്റവും ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യം നമുക്ക് കരോക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്പെക്ട്രാലയസ് പ്രോയിലോട്ട് നമ്മൾ കരോക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് പാട്ടാണെന്ന് വെച്ചാൽ ആ പാട്ടിനെ നമ്മൾ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് ഡ്രോപ്പ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തെന്ന് പറയുന്നത് നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ് നമ്മുടെ. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം. സോങ് നമ്മൾ സ്പെക്ട്രാലയസിൽ ഓപ്പൺ ആക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു കളറിലായിരിക്കും വരുന്നത്. നമ്മളിപ്പോൾ അൺമിക്സിൽ പോയിട്ട് സോങ് അൺമിക്സ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. സോങ് അൺമിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ 6 ലെയറായിട്ട് മിക്സ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ എല്ലാം റിമൂവ് ചെയ്യണ രീതിയിലെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ പ്രിവ്യൂ വോക്കൽസിൽ വെച്ചുകൊണ്ട് ഓക്കെ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അൺമിക്സിങ് സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് ടൈം എടുക്കും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ അൺമിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ലെയേഴ്സായിട്ട് വോക്കൽസ്, ഡ്രംസ്, ഗിറ്റാർ, പിയാനോ, ബേസ്, ഗിറ്റാർ, അങ്ങനെ നോൺ ഇൻസ്ട്രുമെൻറ്റ്, അങ്ങനെ ഫുള്ള് ലെയേഴ്സായിട്ട് നമുക്ക് കിട്ടും. ഇതിനകത്തുനിന്ന് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ ഉദ്ദേശം കരോക്കെ ട്രാക്ക് ഉണ്ടാക്കലായതുകൊണ്ട് മാത്രം നമ്മൾ ഇപ്പോൾ വോക്കൽസ് ഏതാണെന്ന് നോക്കുക. വോക്കൽസിനെ മാത്രം മ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് കേട്ട് നോക്കിയാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും നമ്മുടെ കരോക്കെ. ഗൈസ്, ഇപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഇനി ഇതിനകത്തുനിന്ന് ഒരു വോക്കൽസ് ഒഴിവാക്കിയിട്ട് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വോക്കൽസ് നമുക്ക് വോക്കൽസ് ഒഴികെ എല്ലാ മ്യൂസിക്കും നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഫയലിൽ പോവുക, ഫയൽ ഓഡിയോ ഓഫ് പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. പ്രൊജക്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. വേവ് ഫയലാണ് വരുന്നത്. സേവ് കൊടുത്ത് തന്നെ സേവ് ചെയ്യുമ്പോൾ നേരെ ഓട്ടോമാറ്റിക്കലി ഇത് സേവ് ആവും. 32 ബിറ്റ് ഫ്ലോട്ടായിട്ടാണ് സേവ് ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെയാണെന്നൊന്ന് കേട്ട് നോക്കാം പോയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാക്ക് വന്നിരിക്കുന്നത്. എങ്ങനെയാണിത് പ്ലേ ആവണമെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കരോക്കെ ട്രാക്ക് സിമ്പിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നത് സ്പെക്ട്രാലയസ് പ്രോ ഉപയോഗിച്ചിട്ട്. ഇതെങ്ങനെയാണ് ക്യൂബേസിൽ ചെയ്യേണ്ടതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ക്യൂബേസിൻ്റെ ഒരു MT പ്രൊജക്റ്റ് ഓപ്പൺ ആണ്. അതിലോട്ട് നമ്മൾക്ക് വേണ്ട ഓഡിയോ വലിച്ചിടുക. മുകളിൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് സ്പെക്ട്രാലയസ് സെലക്ട് എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി നമ്മുടെ ഓഡിയോ ഫയലിന്മേൽ. അപ്പോൾ താഴെ സ്പെക്ട്രാലയസിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അവിടെ നിന്ന് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അൺമിക്സിൽ പോവുക, സോങ് ക്ലിക്ക് ചെയ്യുക. സോങ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ വന്ന പോലെ തന്നെ ഒരു ബോക്സ് അപ്പിയർ ചെയ്യും നമ്മുടെ മുമ്പിൽ. അവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അൺമിക്സ് ചെയ്ത് പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നേരത്തെ കാണുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് താങ്ക്സ്. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം.